أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 936 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ 30-31 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس واستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. صدق الله العظيم. സൂറത്തുൽ കഹ്ഫിലെ 30-31 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഗുഹയിൽ തങ്ങിയ ആളുകളുടെ സംഭവങ്ങൾ വിവരിച്ചതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഉത്ബോധന പ്രധാനമായ ചില കാര്യങ്ങൾ പങ്കുവെക്കുന്ന ആയത്തുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ ആയത്തുകളുടെ അവസാനത്തിലുള്ള 2 ആയത്തുകളാണ്. അതായത് അടുത്ത വിഷയം പ്രതിപാദിക്കുന്നതിന്റെ മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടുന്ന ചില നിർദ്ദേശങ്ങളുടെയും ഉത്ബോധനത്തിന്റെയും ഒക്കെ ആയത്തുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട അവസാനത്തെ 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിച്ചത് നമ്മൾ കാണുകയുണ്ടായി. വഖുലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. നിങ്ങളുടെ നാഥന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണിത്. പ്രപഞ്ച സൃഷ്ടാവിന്റെ നിങ്ങൾക്കായുള്ള വെളിപ്പെടുത്തലായ സത്യമാണ് ഈ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആരാണോ ഉദ്ദേശിക്കുന്നത് അവന് വിശ്വസിക്കാം, വൈമനസ്യമുള്ളവന് അതിനെ നിഷേധിക്കുകയും ചെയ്യാം. എന്നാൽ അക്രമത്തിന്റെ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് നിഷേധിയായി മാറുന്ന ആളുകള് അവർക്കായിട്ട് നരകം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ജ്വാല അവന് വലയം ചെയ്ത അവസ്ഥയായിരിക്കും. നാലുപാട് നിന്നും നരകത്തിന്റെ
ആ തീജ്വാല അവനെ ആവരണം ചെയ്തിട്ടുണ്ടാകും. അവൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ദാഹജലം ചോദിച്ചാൽ അവന് നൽകപ്പെടുന്നത് മുഹൽ എന്ന ദ്രാവകമായിരിക്കും. അത് മുഖത്തെ കരിച്ചു കളയുന്ന ഒരു പാനീയമായിരിക്കും. ഏറ്റവും മോശമായ ഒരു പാനീയവും ഏറ്റവും അസഹ്യമായ ഒരു മടക്ക ഗേഹവുമായിരിക്കും അവന് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. ഹക്ക് മനുഷ്യരാശിയുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ഇച്ഛിക്കുന്നവൻ അത് സ്വീകരിക്കാം, ഇച്ഛിക്കാത്തവൻ അത് തള്ളിക്കളയാം. പക്ഷെ തള്ളിക്കളയുന്നവര് നേരിടേണ്ടി വരുന്ന, അങ്ങനെ സ്വന്തത്തോട് ദ്രോഹം ചെയ്യാൻ ഒരുങ്ങിയ ഒരാള്, തന്റെ സൃഷ്ടാവിനോടും ലുൽമ ചെയ്യാൻ ഒരുങ്ങിയ ആള് നേരിടേണ്ടി വരുന്നത്, ഏറ്റുവാങ്ങേണ്ടി വരുന്നത് എന്താണ് എന്നതാണ് അവിടെ വിവരിക്കപ്പെടുകയുണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ള 2 ആയത്തുകൾ, 30, 31 ആയത്തുകൾ, ഈ ആയത്തുകളിൽ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന മനുഷ്യ രാശിക്കായുള്ള മാർഗദർശനമായ ഈ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സത്യം, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഈ സത്യം, അതിനെ സ്വീകരിക്കുന്ന ആളുകൾ അഥവാ സത്യവിശ്വാസികൾ, അവർക്കായി എന്താണുള്ളത് എന്നാണ് തുടർന്ന് അള്ളാഹു വിവരിക്കുന്നത്. ഇവിടെ വായിക്കപ്പെട്ട, ഇവിടെ കേൾപ്പിക്കപ്പെട്ട ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നത് അതാണ്. തൊട്ടുമുകളിൽ അള്ളാഹു അവതരിപ്പിച്ച സത്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചതിന് ശേഷം അതിനെ തിരസ്കരിക്കുന്നവര് എന്ത് പരിണിതിയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നതാണ് വ്യക്തമാക്കപ്പെട്ടതെങ്കിൽ, ഈ 2 ആയത്തുകളിലായിട്ട് അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന സത്യത്തെ സ്വീകരിച്ച ആളുകള്, സത്യവിശ്വാസികൾ എന്ത് ആഖിബത്താണ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നതാണ് വിവരിക്കപ്പെടുന്നത്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായിട്ടും സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതില് മനഃശാന്തി കണ്ടെത്തിയ ആളുകൾ, അതാണ് സത്യവിശ്വാസത്തിന്റെ മുഖ്യമായ ലക്ഷ്യം തന്നെ, അമ്ന നേടുക എന്നതാണ്. സത്യം ഉൾക്കൊണ്ട് മനസ്സിന് ശാന്തി കൈവരിക്കാൻ കഴിഞ്ഞ ആളുകൾ, വഅമിലു സ്വാലിഹാത്ത്, അവർ ഉൾക്കൊണ്ട ആ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ശരിയായ കർമ്മങ്ങൾ, സ്വാലിഹായ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ പ്രയത്നിക്കുകയും ചെയ്ത ആളുകൾ. അപ്പോ സത്യം എന്നതാണ് അവന്റെ അടിത്തറ. സത്യം ഉൾക്കൊള്ളുകയും അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയും അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് സത്യവിശ്വാസികളുടെ ഒരു നിലപാട്. നേരത്തെ സത്യത്തെ തള്ളിക്കളഞ്ഞ ആളുകളുടെ നിലപാട് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്ന് അവരുടെ ജീവിതം ഉടനീളം അവരുടെ കേവല വിശ്വാസപരമായ നിലപാട് മാത്രമല്ല, ആ നിലപാടിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യുന്ന സകല സംഗതികളും ദുൽമായിട്ട് മാറും, അത് അക്രമമായിട്ട് മാറും. സ്വന്തത്തോടും സ്വന്തം സ്രഷ്ടാവിനോടും സഹജീവികളോടും കൂടപ്പിറപ്പുകളോടും കൂടെ ജീവിക്കുന്ന ഇതര മനുഷ്യരോടും അതുപോലെ മുഴുവൻ ജീവജാലങ്ങളോടും ഒക്കെ, ഈ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തോടും തന്നെ ദ്രോഹം ചെയ്യുന്നവനായിട്ടാണ് അങ്ങനെ ഒരാൾ നിലകൊള്ളുന്നത്. കാരണം അവൻ ആ പ്രവാഹത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് മാറുന്നത്. ദൈവിക പ്രപഞ്ചത്തില്, അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്രപഞ്ചത്തില് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവന് വിധേയപ്പെടുമ്പോൾ മാത്രമാണ് ഈ വ്യവസ്ഥിതിയോട് ഏറ്റവും നല്ല ഒരു ബന്ധം സാധ്യമാവുക. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അവനെ ഉൾക്കൊണ്ട് അവന് സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ ഇടഞ്ഞു നിൽക്കുന്ന ഒരാള്,
അവന്റെ ചുറ്റുപാടുകളിലെ സകലതിനോടും എതിരിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവയോട് ഇടഞ്ഞുകൊണ്ടാണ് നിലകൊള്ളുന്നത്. അത് മനുഷ്യബന്ധങ്ങളിൽ മാത്രമല്ല, സമൂഹത്തോടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവജാലങ്ങളോടും ഈ പ്രപഞ്ചത്തിലെ അചേതന പ്രതിഭാസങ്ങളോടൊക്കെയും തന്നെ അവരിടഞ്ഞാണ് നിൽക്കുന്നത്. അള്ളാഹുവിനോട് ഇടഞ്ഞ ഒരാള് ഭൂമുഖത്തെയോ പ്രപഞ്ചത്തിലെ എന്തെങ്കിലും പ്രതിഭാസത്തിനോടോ ഏറ്റവും നല്ല ഒരു റിലേഷൻഷിപ്പ് ഉള്ള ആളായി മാറുകയില്ല. അങ്ങനെ ഒരാള് വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് പോലും യഥാർത്ഥത്തില് ഒരു അക്രമപരമായ രീതിയിലാണ്. അപ്പൊ ഒരു ക്രമം പഠിപ്പിക്കപ്പെട്ടത് പാലിക്കാതെയാണ് അവന് ഓരോന്ന് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ വ്യവസ്ഥിതിയില് വലിയ ഇടയലുണ്ടാക്കുന്ന, അതിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒരു നിലപാടായി. എന്നാൽ അള്ളാഹുവിന് സമർപ്പിച്ച ഒരാള് പ്രപഞ്ച സൃഷ്ടാവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരാള്, അയാള് സതുദ്ദേശത്തോടു കൂടിയാണ് ഓരോ കാര്യവും നിർവഹിക്കുക, ഓരോ കാര്യവും ചെയ്യുക. ആ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ ഫലമായിട്ട് അയാള് ആത്മശാന്തി കൈവരിക്കുന്നു എന്ന് മാത്രമല്ല, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ വിശ്വാസ അടിത്തറയെ മുൻനിർത്തിക്കൊണ്ട് അവന് എന്ത് കാര്യം ചെയ്യുന്നതും ഒരു നസീഹത്തായിട്ട് സമൂഹത്തോടും ചുറ്റുപാടുകളോടും സഹജീവികളോടും ഒക്കെയുള്ള ഒരു ഗുണകാംക്ഷയായിട്ടാണ് അത് വരിക എന്നതാണ് സത്യം. അപ്പോ സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഈ ഹക്ക് അവതരിപ്പിക്കപ്പെട്ട അവസ്ഥയിൽ അതിനെ വളരെ പോസിറ്റീവായി നോക്കി കണ്ടുകൊണ്ട് അതിനെ ഉൾക്കൊള്ളുകയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ കാര്യത്തിലുള്ള പരിണിതി എന്താണ്? ഇന്നാലാ നുദയ്യോ അജ്റമൻ അഹ്സന അമല. നിശ്ചയമായിട്ട് നാം സുഹൃതം ചെയ്ത, നല്ല അമല് ചെയ്ത ഒരാളുടെയും കർമ്മങ്ങളെ പാഴാക്കി കളയുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഇന്നാലാ നുദയ്യോ, തീർച്ചയായിട്ടും നാം ഒരു കാരണവശാലും പാഴാക്കി കളയുകയില്ല. അജ്റ, പ്രതിഫലം. മൻ അഹ്സന അമല, സുഹൃതം ചെയ്ത, നല്ല കർമ്മങ്ങൾ ചെയ്ത ഒരാളുടെ പ്രതിഫലം നാം ഒരു കാരണവശാലും പാഴാക്കി കളയുകയില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. കർമ്മങ്ങൾ നന്നാവാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് അള്ളാഹുവിനെ തിരിച്ചറിയുകയും അവനെ ഉൾക്കൊള്ളുകയും അവന് വിധേയപ്പെടുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ ചെയ്യുന്ന എന്ത് കർമ്മവും അത് സ്വദേശപരമായ നന്മകളായിരിക്കും, സ്വദേശപരമായ നിയത്തോടു കൂടിയുള്ള നന്മകളായിരിക്കും. ആ നന്മകള് ഒരിക്കലും തന്നെ പാഴായി പോവുകയില്ല, അതിന് പ്രതിഫലം നൽകപ്പെടാതെ പോവുകയില്ല എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ മനുഷ്യ സമൂഹത്തിന്റെ വാസം അള്ളാഹുവിന് വഴിപ്പെട്ടവരും അവനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനിൽ മനഃശാന്തി കണ്ടെത്തിയവരും അതിന് കൂട്ടാക്കാതെ ഇടഞ്ഞു നിൽക്കുന്നവരുമായിട്ട് രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ ഭൂമുഖത്തെ വാസത്തിനിടയിൽ മനുഷ്യ സമൂഹം രണ്ട് വ്യത്യസ്തമായ രീതികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു കൂട്ടര് എല്ലാ സംഗതികളെയും ഒരു തിരിച്ചറിവോട് കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നത് അവർക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. എന്ത് പ്രയോജനപ്പെടുത്തുമ്പോഴും അത് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്, എത്രത്തോളം ആവാം, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കും. അയാൾ ഒരിക്കലും തന്നെ വിഭവങ്ങൾ നശിപ്പിക്കുവാനോ സമൂഹത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുവാനോ ഒന്നും
അയാൾ ലക്ഷ്യമിടുകയില്ല. എന്നാൽ അള്ളാഹു എന്നൊരു ബോധ്യമില്ലാത്ത ഒരാളോടും വിധേയത്വപ്പെടാൻ അല്ലെങ്കിൽ ഒരാൾക്കും കൂറ് പ്രഖ്യാപിക്കാൻ സന്നദ്ധനല്ലാതെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയായിരിക്കും. അതല്ലെങ്കിൽ അനർഹരായ പലർക്കുമായിരിക്കും അയാൾ വിധേയത്വം നൽകുന്നുണ്ടാവുക. യഥാർത്ഥത്തില് വിധേയത്വം നൽകപ്പെടേണ്ടിയിരിക്കുന്നത് അതിനർഹതയുള്ള പ്രപഞ്ച സൃഷ്ടാവായ മനുഷ്യനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റബ്ബിനാണ്. ആ വിധേയത്വം നൽകാത്ത ഒരാള് വിധേയത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അനർഹരായ മറ്റു പലർക്കുമായിരിക്കും. അതിനെ തുടർന്ന് അയാൾ ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങളിലും ഈ വ്യവസ്ഥിതിയോട് ഒരു ഇടഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അയാളുടെ പരിമിതമായ അറിവിന്റെ അടിസ്ഥാനത്തിലും അയാളുടെ നിലപാടുകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ആയിരിക്കും അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ വേണ്ട ഒരു ബോധം ഇല്ലാത്ത ഒരവസ്ഥയാണ് അയാളിൽ ഉണ്ടാവുക. പ്രപഞ്ചത്തെ കീഴടക്കുക, പ്രപഞ്ചത്തിലെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുക തുടങ്ങിയ പദാവലികളാണ് അവന്റെ പ്രവർത്തന മേഖലയിൽ ഉണ്ടാവുക. അത് രണ്ടും രണ്ട് വളരെ വ്യത്യസ്തമായ നിലപാടുകളും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡും ഒക്കെയാണ്. ഒരിക്കലും തന്നെ അവ രണ്ടും ഒരുപോലെ ആവുകയില്ല. ഒന്നാമത് പറഞ്ഞ ആള് ഓരോ കാര്യം ചെയ്യുമ്പോഴും വളരെ വലിയ സൂക്ഷ്മതയും തഖ്വയും ഒക്കെ കാണിച്ചുകൊണ്ട് മാത്രമേ എന്തിലും ഇടപെടുകയുള്ളൂ. കൃത്യമായിട്ട് ശരിയേത് തെറ്റേത് എന്നത് ബോധ്യപ്പെട്ടുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ് അവന്റെ ഓരോ ഇടപെടലും ഉണ്ടാവുക. എന്നാൽ രണ്ടാമത് പറഞ്ഞ ആള് അയാളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളും കീഴടക്കാനും ചൂഷണം ചെയ്യാനും സ്വന്തമാക്കാനും വാരിക്കൂട്ടാനും ഒക്കെയുള്ള വ്യഗ്രത മാത്രമേ അയാളെ നയിക്കുന്നുണ്ടാവുള്ളൂ. ഈ രണ്ട് നിലപാടുകളും വളരെ വ്യത്യസ്തമായ നിലപാടുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിടെ പ്രത്യേകം പറയുന്നത്, സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സമർപ്പിച്ച് അവൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് മനഃശാന്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവര് ആ അടിത്തറയിൽ നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അവരെന്ത് കർമ്മം ചെയ്യുന്നതും സൽക്കർമ്മമായിട്ട് മാറും. അത് അവന്റെ ആ പൊസിഷൻ കാരണമായിട്ട്, അവന്റെ നിലപാടും ആറ്റിറ്റ്യൂഡും ഒക്കെ കാരണമായിട്ട് അങ്ങനെ വരുള്ളൂ. അതിന് തെന്നിപ്പോവുക എന്നത് വിശ്വാസത്തിൽ നിന്ന് തന്നെ തെന്നിപ്പോകലാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞ ഒരാള് അള്ളാഹുവിന്റെ മാർഗദർശനത്തിലാണ് അവന്റെ കർമ്മങ്ങള് സ്വാലിഹായ ഉത്കൃഷ്ടമായ കർമ്മങ്ങളായി മാറുകയും ചെയ്യും. അതിനു വേണ്ട മാർഗദർശനം അള്ളാഹു പ്രവാചകന്മാർ മുഖേന, വേദഗ്രന്ഥം മുഖേന അവർക്ക് നൽകിയിട്ടുണ്ട് താനും. അത്തരം ആളുകൾ ഇന്നാലുദയു അജ്റമൻ അഹ്സന അമല, നിശ്ചയമായിട്ടും നാം നല്ല കർമ്മം ചെയ്ത, ഉത്കൃഷ്ടമായ കർമ്മം ചെയ്ത ആളുകളുടെ പ്രതിഫലം പാഴാക്കി കളയുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇവിടെ. എന്നിട്ട് അവർക്ക് നൽകപ്പെടുന്ന, അവര് റിയലൈസ് ചെയ്യാൻ പോകുന്ന ആ പ്രതിഫലം എന്താണ് എന്നതാണ് തുടർന്നുള്ള ആയത്തിൽ വ്യക്തമാക്കുന്നത്. ഉലൈക ലഹും ജന്നാത്തു അദൻ, അവർക്കാണ് നിത്യാനന്ദങ്ങളുടെ തോട്ടങ്ങളുള്ളത്, ഉദ്യാനങ്ങളുള്ളത്. അവരെയാണ് ജന്നാത്തു അദൻ കാത്തിരിക്കുന്നത്. ജന്നാത്തു അദൻ എന്ന് പറഞ്ഞാൽ നിത്യമായി അനുഭവിക്കാനുള്ള ആനന്ദം പകരുന്ന ഉദ്യാനങ്ങളാണത്. അദൻ എന്ന വാക്ക് നിത്യമായ ആനന്ദം പകരുന്ന എന്ന അർത്ഥമാണ് അതിന്റെ പദതലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഏദൻ തോട്ടങ്ങൾ എന്നൊക്കെ നമ്മൾ ഒരു പക്ഷേ മലയാളം ബൈബിൾ വിവർത്തന പശ്ചാത്തലത്തിലൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും.
ഇതേ വാക്ക് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇംഗ്ലീഷിൽ ഇറ്റേണൽ എന്ന വാക്കിന് പിറവി എടുക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റേൺ എന്നത് ഈ അദൻ എന്നതിന്റെ ആദ്യ ഭാഗമാണ്. നമുക്കതിന്റെ എറ്റിമോളജി ട്രേസ് ചെയ്താൽ ഇറ്റേണൽ എന്ന വാക്ക് ഇറ്റേണൽ ബ്ലിസിന്റെ, അതാണ് അതിന്റെ സൂചന, അദൻ എന്നത്. അപ്പൊ അതിനെ നമുക്ക് ഈ അദൻ എന്ന വാക്കിൽ നിന്ന് നിഷ്പന്നമായതായിട്ട് കണ്ടെത്താൻ സാധിക്കും. അവർക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ജന്നാത്തു അദൻ, തീർന്നു എന്ന് ഭയപ്പെടേണ്ടതില്ലാത്ത, വിഭവങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വരും എന്ന് ആശങ്ക വേണ്ടതില്ലാത്ത വിധത്തിലുള്ള ആനന്ദങ്ങളുടെ ഉദ്യാനങ്ങളാണ് ഇത്തരം ആളുകൾക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. നേരത്തെ വിശ്വസിക്കാൻ സന്നദ്ധനാവാതെ ഈ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഹക്കിനോട് പുറംതിരിഞ്ഞു നിന്ന ആളുകൾ ഏറ്റുവാങ്ങാൻ പോകുന്നത്, അവരെ കാത്തിരിക്കുന്നത് നരകമാണ് എന്നത് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. ഇവിടെ വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരായ ആളുകളുടെ കാര്യത്തില് അവരുടെ കർമ്മങ്ങളൊന്നും തന്നെ പാഴായി പോവുകയില്ല. അവർക്കായിട്ട് ജന്നാത്തു അദനാണുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ജന്നാത്തു അദനിന്റെ ഒരു പ്രത്യേകത തജ്രി മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവയുടെ കീഴ്ഭാഗത്തുകൂടിയായി അരുവികൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യുഹല്ലൗന മിൻ അസാവിറ മിൻ ദഹബ്, അവര് ഈ സ്വർഗലബ്ധി കൈവരിക്കുന്ന ആളുകൾ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രേരണയിലുള്ള അമാലുസ്വാലിഹാത്ത് ചെയ്തുകൊണ്ട് വിജയം വരിക്കുന്ന ആളുകൾ, അവർക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തില് ആ നിത്യാനന്ദങ്ങളുടെ ഉദ്യാനങ്ങളിൽ അവർ യുഹല്ലൗന ഫീഹ, അവരണിയിക്കപ്പെടുന്നു, മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർണത്തിൻ്റെതായ വളകൾ അണിയിക്കപ്പെടുകയാണ്. അവര് ആ വിധത്തിലുള്ള ഒരു സ്വീകരണമാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. അവിടെ അവർ കനക കങ്കണങ്ങളാൽ വിഭൂഷിതരാകും എന്നൊക്കെ അതിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാൻ പറ്റും. കനക കങ്കണങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകളിൽ അണിയിക്കപ്പെടുന്ന ബ്രേസ്ലെറ്റ്സ്, സ്വർണത്തിൻ്റെതായ ബ്രേസ്ലെറ്റ്സ്. പഴയ കാലത്ത് രാജാക്കന്മാരുടെയൊക്കെ വേഷവിധാനങ്ങളുടെ ഭാഗമായിരുന്നു സ്വർണം കൊണ്ടുള്ള കൈകളിൽ അണിയിക്കപ്പെടുന്ന ചില ആഭരണങ്ങൾ. അവരത്രയും രാജകീയമായിട്ട് സ്വീകരിക്കപ്പെടുകയും വേഷവിധാനങ്ങള് ഏറ്റവും പരിഗണനയും അവരുടെ വലിയ ഉയർച്ചയും അടയാളപ്പെടുത്തുന്ന വിധത്തിലുമുള്ള ഒരു സംഗതിയായിരിക്കും. ഇതാണ് അതിന്റെ സൂചന. ഭൗതിക ലോകത്ത് അവരൊരു പക്ഷേ ഒട്ടേറെ പീഡനങ്ങളും അവഗണനയും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വളരെ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകളൊക്കെ ആയിരിക്കും. വിഭവശൂന്യതയായിരിക്കും അവരെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്ത്. ഇവിടെ രാജാക്കന്മാരായിട്ട് വാഴുന്നവര് ഒരുപക്ഷെ വലിയ അധികാരത്തിന്റെ അടയാളപ്പെടുത്തലുകളുമായിട്ട് നടക്കുന്ന ആളുകളൊക്കെ ഒരുപക്ഷെ വളരെ വലിയ ലാലിമുകളായിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. പക്ഷെ ഈ ക്രമം മാറുകയാണ്. അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്നതോടുകൂടി ഇവിടെ വലിയ സ്വാധീനവും ശക്തിയും അധികാരവും ഒക്കെ കൈയാളിക്കൊണ്ട് ജനങ്ങളെ അടക്കി ഭരിച്ചിരുന്ന പലരും അവര് അധികാരത്തിന്റെ പ്രതീകങ്ങളായിട്ട് പലതും കൊണ്ടു നടന്നിട്ടൊക്കെ ഉണ്ടാകാം. വലിയ വലിയ വിലപിടിപ്പുള്ള ആർഭാട വസ്ത്രങ്ങളൊക്കെ അവര് ധരിച്ചിട്ടുണ്ടാകാം. അധികാരത്തിന്റെ അടയാളപ്പെടുത്തലുകളായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അവരുടെ ദേഹത്തുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവര് നരകത്തിന്റെ തീജ്വാലകളാൽ വലയം ചെയ്യപ്പെട്ടുകൊണ്ടുള്ള ഒരവസ്ഥയിലേക്കാണ് എടുത്തെറിയപ്പെടാൻ പോകുന്നത്. ദാഹജലത്തിന് മുകളിൽ മാത്രം ലഭിക്കുന്ന, മുഖങ്ങളെ കരിച്ചു കളയുന്ന ആ ലോഹ
ലോഹമൊരുക്കിയ ദ്രാവകം കുടിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ആളുകളായി. എന്നാൽ ഈ ദുനിയാവില് ഇന്ന് അവഗണന മാത്രം ഏറ്റുവാങ്ങേണ്ടി വരുന്ന, എല്ലാവരുടെയും ആട്ടും തുപ്പും ഏറ്റുവാങ്ങേണ്ടി വരുന്ന, സമൂഹം അവജ്ഞയോടെയും പുച്ഛത്തോടെയും നോക്കിക്കാണുന്ന, എന്നാൽ പൂർണ്ണമായിട്ട് അള്ളാഹുവിന് കീഴ്പ്പെടുകയും പ്രഭാതങ്ങളിലും പ്രദോഷങ്ങളിലുമായി അവനുള്ള പ്രാർത്ഥനകളില് നിരതരാവുകയും അവന്റെ തൃപ്തി തേടിക്കൊണ്ട് അവന്റെ മുഖം കാംക്ഷിച്ചുകൊണ്ട് നിരന്തരമായി സൂക്ഷ്മതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ച് അവന് നിരന്തരം സമർപ്പിച്ചുകൊണ്ട് കഴിയുന്ന സത്യവിശ്വാസികൾ ഈ ഭൂമുഖത്ത് അവര് ഏറെ മാനഹാനിയും അവഗണനയും ചൂഷണവും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകളായിട്ടായിരിക്കും ഈ ഭൂമുഖത്തുള്ളതെങ്കിൽ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ അടുക്കല് അവർ ആനയിക്കപ്പെടാൻ പോകുന്നത് വലിയ രാജാക്കന്മാരായിട്ടാണ്, വലിയ പ്രഭുക്കന്മാരായിട്ടാണ്, വലിയ ആദരണീയതയുടെ അടയാളങ്ങളുമായിട്ട് വരുന്ന ആളുകളായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു കാര്യമാണ്. യുഹല്ലൗന ഫീഹ മിൻ അസാബിറ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ കനകത്തിന്റെ കങ്കണങ്ങളാണ്, കനകത്തിന്റെ സ്വർണത്തിന്റെ വളകളാണ് അവര് അണിയിക്കപ്പെടുന്നത്. വയൽബസൂന സിയാബൻ ഖുദ്റ, നല്ല അത്യാകർഷകമായ പച്ച വസ്ത്രങ്ങള്, ഖുദ്റായ പച്ചപ്പുള്ള തിളക്കമുള്ള വസ്ത്രങ്ങളാണ് അവർ അണിയിക്കപ്പെടാൻ പോകുന്നത്. അത് മിൻ സുന്ദുസിൻ വൈസ്തബ്റഖിൻ, തിക്നെസ് ഉള്ള കട്ടിയുള്ള പട്ടിന്റെ വസ്ത്രങ്ങള്, അതുപോലെ നേർത്ത പട്ടിന്റെ വസ്ത്രങ്ങൾ, അതല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ അതിനെ കാണുകയാണെങ്കിൽ വളരെ മിനുമിനുപ്പുള്ള സിൽക്ക് കൊണ്ടുള്ള പട്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ, അതുപോലെ വലിയ എംബ്രോയിഡറി ബ്രൊക്കേഡ് ഒക്കെയുള്ള വസ്ത്രങ്ങൾ. അപ്പൊ വ്യത്യസ്തമായ അലങ്കാരപ്പണികൾ ചെയ്യിക്കപ്പെട്ടിട്ടുള്ള പട്ടുവസ്ത്രങ്ങൾ അണിയിക്കപ്പെടുന്നു അവര് എന്നാണ് ഇവിടെ പറയുന്നത്. ഭൗതിക ലോകത്ത് നമുക്കിത് പരിചയമുള്ളത് വസ്ത്രങ്ങളുടെ മേൽ വലിയ ആർഭാടം കാണിക്കപ്പെടുന്നത് ഇവിടെ അധികാരവും സ്വാധീനവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾക്കും വലിയ ധനാഢ്യന്മാർക്കും ഒക്കെയാണ് വസ്ത്രങ്ങളുടെ പേരിലുള്ള വലിയ ആർഭാടം. ചില ഭരണാധികാരികള് അതിന്റെ പേരിലാണ് ഏറ്റവും ഏറെ അറിയപ്പെടുന്നത് പോലും. അവര് അണിയുന്ന വസ്ത്രങ്ങളുടെ അതിന്റെ നിർമ്മാണ ചെലവ്, അതിന്റെ ബ്രാൻഡ് നെയിം, അത് നിർമ്മിക്കുന്ന ഫാക്ടറികള്, ഇങ്ങനെയൊക്കെയാണ്. അതിന്റെയൊക്കെ പേരിലാണ് അതിന് അലക്കിനൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ള സംവിധാനങ്ങള്, അതിനുള്ള അറേഞ്ച്മെന്റ്സ്, അത് നിർവഹിക്കുന്ന കമ്പനികള്, ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരികൾ പോലും നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ പോലും കാണാൻ കഴിയും. എന്നാൽ ഈ രാജകീയമായ അലങ്കാരങ്ങളും ഈ ഉടയാടകളുമായിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ കാണപ്പെടുക സത്യവിശ്വാസവും സൽക്കർമ്മവും ഉൾക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മ നിരതരായ ആളുകളെയാണ് എന്നാണ് അള്ളാഹുവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഈ ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന നിത്യാനന്ദങ്ങളുടെ ഉദ്യാനങ്ങളിലാണ് അവര് സ്വീകരിക്കപ്പെടുന്നത്, ആനയിക്കപ്പെടുന്നത്. അവരവിടെ കനക കങ്കണങ്ങൾ അണിയിക്കപ്പെടുന്നു. അതുപോലെ അവര് ധരിക്കുന്ന വസ്ത്രം സിയാബുൻ ഖുളുറുൻ എന്ന വിധത്തിലുള്ളതാണ്. വളരെ വർണ്ണപ്പകിട്ടുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. അത് മിൻ സുന്ദുസിൻ വൈസ്തബ്റഖിൻ, രണ്ടു തരം വ്യത്യസ്തമായ പട്ടുവസ്ത്രങ്ങളാണത്. ഒന്ന് നേർത്ത മിനുമിനുപ്പുള്ളതാണെങ്കിൽ മറ്റത് അതിൽ എംബ്രോയിഡറി വർക്കിന്റെ ഒക്കെ ഫലമായിട്ടുള്ള ഒരു പരുപരുപ്പൻ, പക്ഷെ അതിന് വേറെ തന്നെ ഒരു പ്രത്യേകതയും
ആ ആകർഷകത്വവും കാഴ്ച ഭംഗിയൊക്കെയുള്ള വിധത്തിലുള്ളതാണ്. മുത്തഖിഈന ഫീഹ, അവരവിടെ ചാരിയിരിക്കുകയാണ്. അലൽ അറായിക്, ചാരുമഞ്ചങ്ങളിലായിട്ട്. അരീക്കത്തിന്റെ ബഹുവചനാണ് അറായിക്. ചാരുമഞ്ചം, ചാരിയിരിക്കാവുന്ന അലങ്കാരപ്പണികളൊക്കെ ചെയ്തിട്ടുള്ള ഇരിപ്പിടങ്ങളാണത്. രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ പഴയ കാലത്തൊക്കെ ഇരിക്കാൻ വേണ്ടി അവർക്കായി ഒരുക്കപ്പെട്ടിരുന്ന ചാരുമഞ്ചങ്ങളാണ് ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ ആശയം മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുണ്ടാവുന്ന ഒരു ഇമേജ്. ഈ ഭൗതിക ലോകത്ത് ഇങ്ങനെയുള്ള ആർഭാടങ്ങളിലൊക്കെ കഴിയുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും നമ്മുടെയൊക്കെ തന്നെ കാലഘട്ടത്തിലും ഒക്കെ അറിയാൻ സാധിക്കും ആരൊക്കെയായിരുന്നു എന്നാൽ അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ ഈ രാജകീയ പ്രൗഢിയോടെയും അതുപോലെ വേഷവിധാനങ്ങളോടെയും അലങ്കാരങ്ങളോടെയും ഒക്കെ കാണപ്പെടുക അള്ളാഹുവിന്റെ ഹഖ് ഉൾക്കൊണ്ടുകൊണ്ട് ആ മാർഗത്തിൽ സഞ്ചരിച്ച സത്യവിശ്വാസികളായിരിക്കും. ഈ ലോകത്ത് അതിന് സന്നദ്ധരാവാതെ ഇടഞ്ഞു നിന്ന ആളുകള് നരകത്തിന്റെ ജ്വാലയില്, ആ തീജ്വാലയിൽ കിടന്ന് പുളയുന്ന, ദാഹിച്ചു വലയുമ്പോ മുഹല് മാത്രം കുടിക്കാൻ ലഭിക്കുന്ന അത്രയും പരിതാപകരമായ അവസ്ഥയിൽ ഉള്ള ആളുകളുമായിരിക്കും എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് അള്ളാഹു ഇതിനെക്കുറിച്ച് നടത്തുന്ന ഒരു നിരീക്ഷണം, നിഅമത്ത് സവാബ്, എത്ര അനുഗ്രഹീതമായ പ്രതിഫലമാണിത്. നിഅമത്ത് സവാബ്, നിഅമ എന്നുള്ളത് അറബി ഭാഷയിൽ വല്ലാത്ത ആധിക്യവും ഔന്നത്യവും പ്രൗഢിയും ഒക്കെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിനപ്പുറത്തേക്ക് ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സംഗതിയിലുള്ള നമുക്കുള്ള താല്പര്യം കാണിക്കാൻ മറ്റൊരു പ്രയോഗം അറബി ഭാഷയിലില്ല. നിഅമത്ത് സവാബ്, എന്തൊരു ഗംഭീരമായ പ്രതിഫലമായിരിക്കും അത്. വഹസുനത്ത് മുർത്തഫഖ, എത്ര ഉത്തമമായ അഭയകേന്ദ്രമാണ്, മടക്ക സ്ഥലമാണ് അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. വല്ലാത്തൊരു പ്രയോഗമാണിത് രണ്ടും. നിഅമത്ത് സവാബു വഹസുനത്ത് മുർത്തഫഖ, ഏറ്റവും ഉത്തമമായ, ഏറ്റവും അനുഗ്രഹീതമായ പ്രതിഫലം, ഏറ്റവും ഉത്തമമായ, ഏറ്റവും മോഹനമായ മടക്കഗേഹം. ഏതൊരാളുടെയും മനസ്സിൽ ഒരു മടക്കഗേഹം, ഒരു ഭവനത്തിന്റെ ചിത്രമുണ്ട്. അവൻ ഏറ്റവും ആനന്ദിക്കുന്ന, അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അവനെപ്പോഴും തിരിച്ചു ചെല്ലാൻ കൊതിക്കുന്ന തരം ചില ഭവനങ്ങളെ കുറിച്ചുള്ള ഒരു സങ്കല്പം മനുഷ്യന്റെ മനസ്സിലുണ്ട്. ഏത് കാലത്തും മനുഷ്യൻ അതിങ്ങനെ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിൽ അതിന് ഒരു രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും. മനുഷ്യന്റെ അടിസ്ഥാന ചോദനകളിൽ, അവന്റെ അടിസ്ഥാനപരമായ ആനന്ദങ്ങളിൽ പെട്ട ഒരു സംഗതിയാണ് അവന്റെ നല്ലൊരു പാർപ്പിടം എന്നത്. ആ പാർപ്പിടം അവർ ഏറ്റവും ആഗ്രഹിക്കുന്നത്, അത് എത്ര ഉയരത്തിൽ എത്തിയ ആളായാലും എത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളായാലും അവരാഗ്രഹിക്കുന്നത് അത് അരുവികൾ ഒഴുകുന്ന, കീഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആകർഷകമായ വിധത്തിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉദ്യാനത്തിന്റെ മധ്യത്തിലായിട്ടാണ് അങ്ങനെ ഒരു ഭവനം അവൻ കൊതിക്കുന്നത്. അങ്ങനെ ഒരു സംഗതിയാണ് ഈ ഹഖിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സ്വയം സമർപ്പിച്ചവരായി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാത്ത വിഭാഗത്തിന്, അതിന് സന്നദ്ധരാകാതെ നിഷേധിയാകാൻ തീരുമാനിച്ച, സത്യത്തെ തിരസ്കരിക്കാൻ തീരുമാനിച്ച ആളുകൾക്കുള്ള ആഖിബത്താണ് നേരത്തെ ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ വിവരിക്കപ്പെടുകയുണ്ടായത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തുൽ കഹ്ഫിലെ ഗുഹാവാസികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിന്റെ തുടർച്ചയായിട്ടുള്ള ഉത്ബോധന പ്രധാനമായ ഏതാനും ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്.
നാളെ നമ്മൾ പഠനം ആരംഭിക്കുന്ന ഭാഗം മറ്റൊരു ശ്രദ്ധേയമായ ഒരു സംഗതിയിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ, ആ ഭാഗം നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.